ഹായ് എവരി വൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. നമ്മൾ ഇന്ന് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് തെലുഗിലെ വർത്തമാനകാലമാണ്. വർത്തമാനകാലത്തിലെ 6ാമത്തെ ഒരു എപ്പിസോഡാണ് ഇത്. ഓക്കെ, ഇതിനു മുൻപ് നമ്മൾ പഠിച്ചത് തെലുഗിൽ സബ്ജക്ട് ഇതൊക്കെയായിരുന്നെങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, നേനു, നീ, നുവു അല്ലെങ്കിൽ നീവു, സംസാര ഭാഷയിൽ നുവാണ്, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, മീരു, പിന്നെ നമ്മൾ എന്നതിനും ഞങ്ങൾ എന്നതിനും കൂടി ഞാൻ ഒറ്റ വീഡിയോ ചെയ്തുള്ളൂ. അതാണ് മേമു മനമു. മേമു ഞങ്ങൾ, മനം അല്ലെങ്കിൽ മനമു നമ്മൾ. പിന്നെ 6ാമത് അവൻ, അതനു, തനു, വാടു, പിന്നെ അദ്ദേഹം എന്ന് പറയുന്ന ആയന. അപ്പൊ ഇത് 7ാമത്തെ സബ്ജക്റ്റ് ആണ്, പക്ഷെ 6ാമത്തെ വീഡിയോ ആണ്. കാരണം നമ്മളെന്തും ഞങ്ങളെന്തും ഒറ്റ വീഡിയോയിലാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച മുൻപത്തെ 5 വീഡിയോകൾ നിങ്ങൾ ഏതെങ്കിലും 1 or 2 എണ്ണം കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉദാഹരണത്തിന് നേനു വസ്തുണ്ണാനു, നേനുവിൽ അവസാനിക്കുന്നതുകൊണ്ട് വസ്തുണ്ണാനു ആണ്. നുവു വസ്തുണ്ണാവു, വൂവിൽ അവസാനിക്കുന്ന ആ നുവു എന്ന് പറഞ്ഞ സബ്ജക്ട് വന്നുകൊണ്ട് വസ്തുണ്ണാവു ആണ്. അല്ലെങ്കിൽ മേമു മനമു, അത് മൂവിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് വസ്തുണ്ണാവു. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അവൾ എന്ന് പറഞ്ഞ വാക്ക് ആമേ എന്നാണല്ലോ. ആമേ എന്നതും ഈമേ എന്നതും ഇവൾ, ഓക്കെ, അത് രണ്ടും അവസാനിക്കുന്നത് മേ എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തിലാണ്. അപ്പം എങ്ങനെയായിരിക്കാം വർത്തമാനകാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു സംഭവമായിരിക്കാം. ഓക്കെ, കാരണം ഇതുവരെ നമ്മൾ ഫോളോ ചെയ്ത വാക്യഘടനയല്ല അവൾ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണെങ്കിൽ. ഓക്കെ, ഇതിനെ ഞാൻ ഹൗ വിൽ ഐ പുട്ട് ഇറ്റ്, തെലുങ്കിൽ അവൾ എന്ന് പറഞ്ഞ കർത്താവ് വന്നു കഴിഞ്ഞാൽ, അവളാണ് സബ്ജക്റ്റ് എങ്കിൽ ആ ഒരു വാക്യഘടന അതൊരു സ്പെഷ്യലാണ്. ഓക്കെ, എന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം അത് അടുത്തതിന്റെ പിന്നത്തെ വീഡിയോയിൽ, ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അവർ ആണ് സബ്ജക്റ്റ് എങ്കിൽ എങ്ങനെയാണെന്നാണ്. അതിനുശേഷം ഞാൻ ഒരു സബ്ജക്റ്റും കൂടി പറഞ്ഞു തരും. അന്നേരം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ അവൾ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണെങ്കിൽ തെലുങ്കിൽ ഒരു പ്രത്യേക വാക്യഘടനയാണ് എന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും, ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പം ഞാൻ ഷോർട്ടായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. നേനു വസ്തുണ്ണാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നുവു വസ്തുണ്ണാവു എന്ന് വെച്ചാൽ നീ വന്നുകൊണ്ടിരിക്കുകയാണ്. മീരു വസ്തുണ്ണാവു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മേമു വസ്തുണ്ണാമു എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനമു വസ്തുണ്ണാമു എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ എന്നതിന് അതനു എന്ന് പറഞ്ഞ വാക്ക് വെച്ച് ഉപയോഗിക്കാം. അവൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് അതനു വസ്തുണ്ണാടു. ഓക്കെ, അതിന് ഈ അതടു വസ്തുണ്ണാടു, തനു വസ്തുണ്ണാടു, വാടു വസ്തുണ്ണാടു എന്നെല്ലാം പറയാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നതിന് തനു, അതനു, വാടു, അതടു, ഈ 4 ഒരേ അർത്ഥമാണ്. അതിനകത്ത് ഈ വാടു, അതടു അത്രയും ബഹുമാനം കൊടുക്കുന്നില്ല. തനു, അതനു ഒരു ബഹുമാനം കൊടുക്കുന്നില്ല, പക്ഷെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നതല്ല. അത് നോർമലായിട്ട് അവൻ എന്ന് പറയുന്ന വാക്കാണ് തനു, അതനു. ബഹുമാനം ഇല്ലാതെ, ഓക്കെ, തീരെ ബഹുമാനം ഇല്ലാതെ പറയുന്ന നേരത്ത് പറയുന്നതാണ് വാടു, അതടു. ഓക്കെ, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വാടു, അതടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണം അഭിസംബോധന ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അവൾ എന്ന് പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞായിരുന്നു ആമേ എന്നാണ് പ്രോപ്പറായ വാക്ക്. പക്ഷെ തനു എന്ന് പറഞ്ഞ വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്, അവനെന്നും അവളെന്നും. നമ്മുടെ ഒപ്പമുള്ളയാൾ, അതാണ് അതിന്റെ ഒരു പ്രോപ്പറായ ഒരു അർത്ഥം, ഒരു ഹിസ്റ്ററി ഓഫ് ദ വേർഡ് അതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആമേ, ഈമേ, തനു എന്ന് പറഞ്ഞ ഈ 3 വാക്കുകളാണ്. ആമേ അവൾ, ഈമേ ഇവൾ, തനു അവൻ ആൻഡ് അവൾ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അപ്പോ അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ വാക്ക് വെച്ച് തുടങ്ങാം. അവൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനുള്ള സെന്റൻസ് ആണ് ആമേ വസ്തുന്നതി. ഓക്കെ, അപ്പം ഈ വസ്തുന്നതി എന്ന് പറയുന്നത് ഒരു സാഹിത്യ ഭാഷയാണ്. ഓക്കെ, ഞാൻ ഇത്രയും നാള് തെലുങ്കിലെ സാഹിത്യ ഭാഷ, സംസാര ഭാഷ എന്ന് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം അങ്ങനെ അധികം ഇല്ല. ഉണ്ടായിരുന്ന ഒരെണ്ണമാണ് നീവു എന്ന് പറഞ്ഞ വാക്കിന്. നീവു എന്നത് ഒരു സാഹിത്യ ഭാഷ പോലെയാണ്. നീവു എന്ന് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംസാര ഭാഷ എന്റെ കുറച്ചും കൂടി ഇൻഫോർമലായ വാക്കാണ് നുവു. ഓക്കെ, നീവു, നുവു. അതുകൂടാതെ അധികം എന്താ അതിനെ പറയുന്ന ഒരു സാഹിത്യ ഭാഷ, സംസാര ഭാഷ വേർതിരിവില്ലാത്തൊരു ഭാഷയാണ് തെലുഗു. അപ്പോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആമേ വസ്തുന്നതി എന്ന് പറയുന്നത് ഒരു സാഹിത്യ ഭാഷയാണ്. സംസാര ഭാഷയിൽ ആ ഉന്നതി എന്നത് ഉന്തി എന്നാണ് അതിന്റെ ഒരു ഷോർട്ടായ ഇൻഫോർമലായ സംസ്കൃത ഭാഷയിലുള്ള വാക്ക്. ഓക്കെ, അപ്പോ ആമേ
വസ്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എല്ലാ ക്രിയയിലോട്ടും ഉപയോഗിക്കാം. അപ്പോ ആമെ വസ്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആമെ പോത്തുന്തി എന്ന് വെച്ചാൽ അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമെ വെൽത്തുന്തി എന്ന് വെച്ചാൽ അവൾ വീണ്ടും അതേ അർത്ഥം തന്നെ. ആമെ പോത്തുന്തി, വെൽത്തുന്തി, വെള്ളിപ്പോത്തുന്തി എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. അപ്പം മനസ്സിലായത് ഇതിനെല്ലാത്തിനും ഒറിജിനലായ ശരിയായ പ്യുവർ തെലുഗു എന്ന് പറയുന്ന ഈ അച്ചടി ഭാഷ എന്ന് പറയുന്നത് പോവുത്തുന്നതി എന്നാണ്. അതായത് വെൽത്തുന്നതി, പോത്തുന്നതി, വെള്ളിപ്പോത്തുന്നതി, വസ്തുന്നതി. ഓക്കെ, അത് അധികം ഞാൻ എന്റെ ഒരു 3 years ഇൻ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഞാൻ ഇത് കേട്ടിട്ടില്ല. ഓക്കെ, എല്ലാവരും ഈ സംസാര ഭാഷ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, വസ്തുന്തി, പോത്തുന്തി, വെൽത്തുന്തി, വെള്ളിപ്പോത്തുന്തി. പിന്നെ ചേയ്, ചെപ്പു, അടുകു, വിനു, ചതുരായു, നേർച്ചുക്കോ എന്ന് പറഞ്ഞ ക്രിയകളും അതിനുശേഷം താഴോട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ക്രിയകൾ എടുത്ത് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ബാക്കി നിങ്ങൾക്ക് ഫോം ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ആമെ ചേസ്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമെ ചെപ്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമെ അടുകുത്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ വിണ്ടുന്നതി അല്ലെങ്കിൽ ആമെ വിണ്ടുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ ചതുത്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? ആമെ രാഷ്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്റെ ഒരു വാക്യഘടന വരുന്നത്. ഇനി അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഉദാഹരണം പറയാം. ഇവു എന്ന് പറഞ്ഞ വാക്കറിയാലോ, കൊടുക്കുക അല്ലെങ്കിൽ തരുക. അവൾ കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് ആമെ ഇസ്തുന്തി. ആമെ താകുത്തുന്തി എന്ന് വെച്ചാൽ അവൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ കുറച്ച് ഉദാഹരണങ്ങൾ. ആമെ പ്രാർത്ഥിച്ചുന്തി എന്ന് വെച്ചാൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ മാట్లాടുത്തുന്തി എന്ന് വെച്ചാൽ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ സ്നാനം ചേസ്തുന്തി എന്ന് വെച്ചാൽ അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം ചെയ് എന്ന് പറഞ്ഞ വാക്ക് ചേസ്തുന്തി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം സ്നാനം ചെയ് അല്ലെങ്കിൽ വണ്ട ചെയ്, അതിനെല്ലാത്തിനും അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ്. പണി ചെയ്. ആമെ പണി ചേസ്തുന്തി എന്ന് വെച്ചാൽ അവൾ പണി ചെയ്തു, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമെ വണ്ട ചേസ്തുന്തി എന്ന് വെച്ചാൽ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ആമെ പാറിപ്പോത്തുന്തി എന്ന് വെച്ചാൽ അവൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമെ പാടുത്തുന്തി എന്ന് വെച്ചാൽ അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആമെ ചൂസ്തുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ആമെ പിളിച്ചുന്തി എന്ന് വെച്ചാൽ അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ ചേപ്പിച്ചുന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അത്രയും മതി. ആമെ ജరుగుത്തുന്തി എന്ന് വെച്ചാൽ അവൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാക്യഘടന മറ്റുള്ള വാക്യഘടനകളിൽ നിന്ന് വ്യത്യാസമാണ്. ഒരു ഉദാഹരണത്തിന് വസ്തുണ്ണാടു എന്ന് പറയുന്ന അവൻ എന്നതിന് വസ്തുണ്ണാടു എന്ന് പറയുന്ന നേരത്ത് ഇവിടെ ഒരു വസ്തുണ്ണാമു, വസ്തുണ്ണാരു, വസ്തുണ്ണാളു എന്തെങ്കിലും ഒരു വാക്യഘടന വരേണ്ടതാണല്ലോ. ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാനുള്ളൂ. പക്ഷെ ഇത് വേറെ ഫോർമാറ്റ് ആണ്. വസ്തുന്നതി എന്നാണ്, അല്ലെങ്കിൽ വസ്തുന്തി, അതാണ് ഷോർട്ട് ഫോം ആയിട്ട്. ഓക്കെ, ഇതെന്തുകൊണ്ട് സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ അടുത്തതിന്റെ പിന്നത്തെ വീട്ടിൽ പറയാം. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾ തന്നെ കുറെയൊക്കെ നമ്മൾ ഈ പഠിച്ച ഈ 60-70 ക്രിയകൾ അത് വെച്ച് എങ്ങനെ വാക്യഘടന ഉണ്ടാക്കാമെന്ന് സ്വയം കണ്ടുപിടിച്ച് നോക്കുക. കാരണം അങ്ങനെ പഠിക്കുള്ളൂ. നമ്മൾ തന്നെ വാക്യഘടന ഉണ്ടാക്കി നോക്കുക, നമ്മൾ തന്നെ സംസാരിച്ച് നോക്കുക. സംസാരിക്കാതെ ഒരിക്കലും ഒരു ഭാഷ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ചുമ്മാ പുസ്തകത്തിൽ നിന്നോ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നിന്നോ ഒരിക്കലും ഒരു ഭാഷ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അത്രയും പറയുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.